കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ 40-നടുത്ത് വീടുകളാണ് തകർന്നു വീണത്. എല്ലാം നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് തൊട്ടുമുമ്പ്. കേരളത്തിൽ മറ്റൊരിടത്തും വീട് തകർച്ച ഇങ്ങനെ കാണുന്നില്ല. വീടുകളോടൊപ്പം തകർന്നു വീഴുന്നത് ജീവിതത്തിന്റെ അഭിലാഷങ്ങളും സ്വപ്നങ്ങളുമാണ്. എല്ലാവരും പറയുന്നത് ഒരേ കാരണം തന്നെ: നിർമ്മാണ സാമഗ്രികളുടെ ഗുണനിലവാരക്കുറവ്, തെറ്റായ ഉപയോഗം, വൈദഗ്ധ്യത്തിന്റെ കുറവ്. സ്വപ്നങ്ങളുമായി കെട്ടിയുയർത്തുന്ന വീടുകൾ അപ്രതീക്ഷിതമായി തകർന്നു വീഴുന്നു. നാദാപുരം, കുറ്റ്യാടി, പാലാഴി, ഫറൂഖ് അത്തോളി, മൂഴിക്കൽ തുടങ്ങി കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ഓരോ ദിവസവും വീടുകൾ തകരുന്ന സംഭവങ്ങൾ കേൾക്കുന്നത്. നാട്ടിലും മറുനാട്ടിലുമായി വിയർപ്പൊഴുക്കിയ സമ്പാദ്യങ്ങളുമായി വീട് നിർമ്മാണം തുടങ്ങുന്നു. പൊടുന്നനെ ഒരു ദിവസം വലിയ ശബ്ദത്തോടെ എല്ലാം തകർന്നു വീഴുന്നു. ഭാഗ്യമെന്ന് പറയട്ടെ, 10ഓളം പേർക്ക് പരുക്കേറ്റതൊഴിച്ചാൽ ആളപായമൊന്നുമില്ല. പലരും രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. അതുകൊണ്ട് തന്നെയാവാം ഈ വാർത്തകൾ ആരും ശ്രദ്ധിക്കാതെ പോകുന്നത്. കോഴിക്കോട് പുറക്കാട്ടിരിയിലെ തകർന്നു വീണ ഇരുനില കെട്ടിടത്തിന്റെ മുകളിലാണ് ഞാനിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പൊടുന്നനെ തകർന്നു വീഴുകയായിരുന്നു. 9 മാസങ്ങൾക്ക് മുമ്പ് ഇതിന്റെ കോൺക്രീറ്റ് സ്ലാബ് വർക്കുകൾ പൂർത്തിയായി കഴിഞ്ഞതാണ്. പ്രദേശത്തെ മുസ്ലിം പള്ളിയുടെ കമ്മിറ്റിയാണ് ഈ ഇരുനില കെട്ടിടം നിർമ്മിച്ചത്. താഴെയും മുകളിലുമായി 2 കുടുംബങ്ങൾക്ക് വാടകയ്ക്ക് നൽകിയാൽ പള്ളിക്ക് സ്ഥിര വരുമാനമാകും. നാട്ടിലും വിദേശത്തും ജോലി ചെയ്യുന്ന നാട്ടുകാരിൽ നിന്നും പിരിവെടുത്ത് പണി ആരംഭിച്ചു. 2 വർഷം മുൻപ് തറയെടുത്തു. 9 മാസം മുൻപ് കോൺക്രീറ്റ് പണി കഴിഞ്ഞപ്പോഴേക്കും കരുതിവെച്ച തുക തീർന്നു. പക്ഷേ പെരുന്നാളിന് 2 ദിവസം മുൻപ് രാവിലെ 6 മണിക്ക് പേടിപ്പിക്കുന്ന ശബ്ദം കേട്ട് പരിസരവാസികൾ ഉറക്കച്ചടവോടെ എത്തിയപ്പോൾ കണ്ടത് ഈ കാഴ്ചയാണ്. 10 ലക്ഷം രൂപയാണ് ഈ തകർന്ന വീടിന് ചെലവ്. ഇത് പാലാഴിയിലെ തകർന്ന വീട്. ചെലവ് 9.5 ലക്ഷം രൂപ. കഷ്ടപ്പെട്ട് വീട് പണിത വീട്ടുടമയെ മക്കൾ ഇനിയും അറിയിച്ചിട്ടില്ല. വാർത്ത വന്ന പത്രങ്ങൾ മക്കൾ ബാപ്പയെ കാണിച്ചില്ല. 36 വർഷത്തെ പ്രവാസ ജീവിതത്തിൽ ഒരുക്കൂട്ടി വച്ചതാണ് ഈ വീട്. ഈ തകർച്ചകൾക്ക് കാരണമെന്താണ്? നിർമ്മാണത്തിലെ പാകപ്പിഴകളോ, പരിചയവും വൈവിധ്യവുമില്ലാത്ത തൊഴിലാളികളോ, കുറഞ്ഞ വിലയ്ക്ക് ഗുണനിലവാരമില്ലാത്ത സാധനങ്ങൾ ഉപയോഗിച്ചതോ? എല്ലാം കാരണമെന്നാണ് അന്വേഷണത്തിൽ പറയുന്നത്. മെഷീൻ ചെങ്കല്ലാണ് പ്രധാന വില്ലനായി മാറുന്നത്. മുൻപ് ഉപയോഗിച്ചിരുന്നത് വെട്ടുകല്ലായിരുന്നു. ഇതിന് 40 മുതൽ 44 സെന്റിമീറ്റർ വരെ നീളമുണ്ടായിരുന്നു. മെഷീൻ കല്ലിനാവട്ടെ 30 മുതൽ 32 സെന്റിമീറ്റർ നീളമാണുള്ളത്. നീളവുമായി അനുപാതത്തിലുള്ള കനമല്ല മെഷീൻ കല്ലിനുള്ളത്. 2 കല്ലുകൾ തമ്മിലുള്ള ബന്ധം കുറയാൻ ഇത് കാരണമാകുന്നു. പടവിൽ 2 കല്ലുകൾക്കിടയിൽ മറ്റൊരു കല്ലിന്റെ പകുതി വരെ വരുന്ന രീതിയിലാണ് നിർമ്മാണം. എന്നാൽ മെഷീൻ കല്ലുകളായതോടെ 2 ഇഞ്ചിലധികം താഴെ നിരയിലെ കല്ലിനുമേൽ മുകളിലെ നിരയിലെ കല്ല് കയറി നിൽക്കാറില്ല. ഇത് കല്ലുകൾ തമ്മിലുള്ള പരസ്പര ബന്ധവും അതുവഴി ചുമരുകളുടെ ബലവും കുറയാൻ കാരണമാകുന്നു. കല്ലിന് നീട്ടക്കുറവ് പറഞ്ഞാൽ കല്ലിന് ഹൈറ്റ് കൂടുതലും നീളം കുറവാകുമ്പോൾ കല്ല് ഇങ്ങനെ ഒന്ന് ഒഴിഞ്ഞ് കയറി നിൽക്കില്ല. കുറച്ചൊരു 5-6 കല്ല് പടവ് ചെയ്യുമ്പോഴേക്ക് പിന്നെ ഒന്ന് നേരായിരിക്കും കല്ല് വരിക. പിന്നെ കുമ്മായം കൂടുതലാണ്, സൈസില്ല കല്ലിന് ഹൈറ്റ് കൂടുതലാണ് മെയിനായിട്ട് പ്രശ്നം. പണ്ട് പറഞ്ഞാൽ കല്ല് നീട്ടം കൂടുതലും ഹൈറ്റ് കുറവേനു, വീതിയും കൂടുതലേനു. അപ്പം പറഞ്ഞാൽ കല്ല് കറക്റ്റ് സീറ്റിങ്ങിൽ നിൽക്കും. ഇപ്പോൾ സീറ്റിംഗ് ഇല്ല കല്ലിന്. കല്ലൊന്ന് വെച്ചിട്ട് അടുത്ത് വെക്കുമ്പോൾ അടിയിലത്ത് മറിഞ്ഞു പോകും. സർക്കാർ കെട്ടിടങ്ങൾക്ക് ചെങ്കൽ ഉപയോഗിക്കുമ്പോൾ 42 സെന്റിമീറ്റർ നീളമുള്ള കല്ലുകളാണ് ഉപയോഗിക്കാറുള്ളത്. 1:6 എന്നതാണ് സിമന്റും മണലും തമ്മിലുള്ള അനുപാതം. എന്നാൽ വീടുകൾക്കും സ്വകാര്യ കെട്ടിടങ്ങൾക്കും നിലവിൽ ഉപയോഗിക്കുന്നത് 30 സെന്റിമീറ്റർ നീളമുള്ള കല്ലുകളാണ്. സിമന്റ് കൂട്ടാകട്ടെ 1:12 വരെ എത്തി നിൽക്കുന്നു. വീട് നിർമ്മിക്കുന്ന ഭൂമിയുടെ പ്രത്യേകത മനസ്സിലാക്കാതെ തറയെടുക്കുന്നതും പതിവാണ്. മണ്ണിന്റെ സ്വഭാവം മനസ്സിലാക്കാൻ വൈദഗ്ധ്യമില്ലാത്തവരാണ് ഇത് ചെയ്യുന്നത്. കല്ലുകൾക്കിടയിൽ സിമന്റ് കൂട്ടിന്റെ കനം വർദ്ധിക്കുന്നതും കെട്ടിടത്തിന്റെ ബലത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. മുൻപ് ഉപയോഗിച്ചിരുന്ന ചെങ്കല്ലുകൾ വെട്ടി ചെത്തിയെടുത്ത് ഭൂമിക്ക് സമാന്തരമായി വയ്ക്കുകയായിരുന്നു പതിവ്. എന്നാൽ മെഷീൻ കല്ലുകൾക്ക് വീതിയും കനവും ഏറെക്കുറെ തുല്യമായതിനാൽ തിരിച്ചും മറിച്ചും വച്ച് കെട്ടുന്നത് കെട്ടിടത്തിന്റെ ഉറപ്പ് കുറയാൻ കാരണമാകുന്നു. സംസ്ഥാനത്ത് കെട്ടിട നിർമ്മാണത്തിലെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്.
എന്നാൽ പ്ലാൻ പാസാക്കുകയും നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റുകൾ നൽകുകയും ചെയ്യുന്നതല്ലാതെ ഇവർ നിർമ്മാണ ജോലികൾ നിരീക്ഷിക്കാറോ നിയന്ത്രിക്കാറോ ഇല്ല. സ്പെസിഫിക്കേഷൻസ് അനുസരിച്ച് തന്നെ ചെയ്യണമെന്നാണ് ഇപ്പോൾ ബിൽഡിംഗ് റൂൾസിൽ. നമ്മളിപ്പോൾ കോർപ്പറേഷനോ ലോക്കൽ ബോഡീസൊക്കെ അതിൻ്റെ മറ്റു കാര്യങ്ങളാണ് കൂടുതൽ നോക്കുക. പറഞ്ഞാൽ റോഡിൽ നിന്നുള്ള സെറ്റ് ബാക്ക് ബിൽഡിംഗ് റൂൾ അനുസരിച്ചാണോ, ബിൽഡിങ്ങിൻ്റെ പൊസിഷൻ, മറ്റു കാര്യങ്ങളൊക്കെയാണ് നോക്കുക. സ്പെസിഫിക്കേഷൻസ് അത് എൻഗേജ് ചെയ്യുന്ന എഞ്ചിനീയേഴ്സ് ഉണ്ടെങ്കിൽ അവർ തന്നെ നോക്കണം. ജില്ലയിൽ വീടുകൾ തകരാൻ തുടങ്ങിയതോടെ നിർമ്മാണ ജോലിക്കാർ ചെങ്കല്ല് ക്വാറി ഉടമകളെ സമീപിച്ച് കല്ലിന്റെ വലിപ്പം കൂട്ടണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ വൻകിട ഫ്ളാറ്റ് നിർമ്മാതാക്കളും നിർമ്മാണ കമ്പനികളും ഈ വലിപ്പത്തിലുള്ള കല്ലുകൾ എടുക്കാൻ തയ്യാറാണെന്നും വലിപ്പം കൂട്ടുന്നത് വരുമാനത്തെ ബാധിക്കുമെന്നുമായിരുന്നു മറുപടി. വലിപ്പമുള്ള കല്ലുകളാണ് കല്ല് കയറ്റുന്ന ലോറികൾക്ക് പാകമായതും. കൂടുതൽ കല്ലുകൾ ക്വാറികളിൽ നിന്നെടുക്കാമെന്നതും കല്ലുകളുടെ വലുപ്പം കുറയാൻ കാരണമാണ്. ക്വാറികളായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ കല്ലിന്റെ നീളം കൂട്ടിയിട്ട് കനം കുറച്ച് ചെയ്യാന്നുള്ളൊരു, അതായത് ഈ ഓരോരോ കല്ലിന്റെ വിടുത്തുണ്ടല്ലോ, ഒരു മീറ്ററിലേക്ക് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇതിലുള്ള ആ ഒരു ഇതിന് വേണ്ടിയിട്ടില്ല. അപ്പം പോയി കഴിഞ്ഞ സമയത്ത് ഇതാണ് പറഞ്ഞത്, ഓൾക്ക് ഈ ആവശ്യമില്ലെങ്കിൽ ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് ഇഷ്ടമാതിരി കല്ലിനെ ഭീമുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുള്ളത് പ്രശ്നമില്ലല്ലോ. അപ്പോൾ സാധാരണക്കാരന് അത് നടക്കൂല. അപ്പോൾ കിട്ടിയ കല്ലുകൊണ്ട് ചെയ്യാന്നുള്ളൊരു അതാണ് എൻ്റെ. വ്യാജമണലും കെട്ടിടങ്ങളുടെ ഉറപ്പിനെ പ്രതികൂലമായി ബാധിക്കുന്നു. പുഴമണലിന് പകരം ഉപയോഗിക്കുന്ന എംസാൻഡും പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ട്. മണലിന്റെ ലഭ്യത കുറഞ്ഞതോടെയാണ് വ്യാജമണലുകൾ സജീവമായത്. പാറകൾക്ക് മുകളിലുള്ള മട്ടിപ്പൊടിയാണ് മണലായി വിതരണം ചെയ്യുന്നതിന്റെ 80%. കരിങ്കൽ ക്വാറിയിലെ പൂഴി കഴുകി വൃത്തിയാക്കിയാണ് കുറഞ്ഞ വിലയ്ക്ക് എത്തിക്കുന്നത്. ഇപ്പം വീണുകൊണ്ടിരിക്കുന്നത് വീടുകളാണ്. ഇനി നാളെ വീഴാൻ പോകുന്നത് മൾട്ടി സ്റ്റോറേജ് കെട്ടിടങ്ങളാണ്. കാരണം എന്താ വെച്ചാൽ എല്ലാ ഗവൺമെന്റും വരുന്നു, പുഴയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, പൂഴി നിരോധിക്കുന്നു. പൂഴി നിരോധിച്ചാൽ എന്തുണ്ടാവും? പൂഴി നിരോധിച്ചാൽ പണക്കാരന് ഇഷ്ടം പോലെ പൂഴി കിട്ടാനുണ്ട്, പാവപ്പെട്ടവന് പൂഴി കിട്ടാനില്ല. പിന്നെ ബദലായി നമ്മളൊക്കെ കാണുന്ന എംസാൻഡാണ്. എംസാൻഡിൽ 75% കള്ളനാണയങ്ങളാണ് ഇറങ്ങുന്നത്. കൃത്യമായ വാഷിംഗ് ഇല്ലാതെ, കൃത്യമായ സീവ് ചെയ്യാതെയാണ് എംസാൻഡ് വരുന്നത്. അങ്ങനെ എംസാൻഡ് വരുന്നതുകൊണ്ട് എന്തായ വെള്ളം ഒഴിച്ചിട്ട് കോറി ഡസ്റ്റിന് എംസാൻഡ് എന്നുള്ള വ്യാജേനാണ് പല സ്ഥലത്തും ഇറക്കി കൊടുക്കുന്നത്. അത് കോൺക്രീറ്റിന്റെ സ്ട്രെങ്ത്തിനെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് എഫക്ട് ചെയ്യും. അങ്ങനെ എഫക്ട് ചെയ്യുമ്പോൾ എന്താ, സ്ലാബ് പൊട്ടും, കോളങ്ങൾ പൊട്ടും, പിന്നെ ബീമുകൾ തകർന്നു വീഴും. ഇതൊക്കെ ഇനി വരാൻ പോവുകയാണ്. ജില്ലയിൽ തകർന്ന വീടുകളുടെ ഉടമകളിൽ ഏറെ പേരും നിർധനരോ ഇടത്തരക്കാരോ ആണ്. എങ്ങനെയെങ്കിലും ഒരു വീട് സ്വന്തമാക്കുന്നതിനുള്ള ഓട്ടത്തിലാണ് ഇവർ ചതിയിൽപ്പെടുന്നത്. കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ വാങ്ങാനും പെട്ടെന്ന് പണി പൂർത്തീകരിക്കാനുമുള്ള ശ്രമത്തിൽ കരാറുകാരും ജോലിക്കാരും തൊഴിലാളികളും സമ്മർദ്ദത്തിലാകുന്ന അനുഭവമുണ്ട്. പ്ലാൻ ഉണ്ടാക്കുന്ന ആളുകൾ അത് സൂപ്പർവൈസ് ചെയ്യണമെന്ന് നിയമമുണ്ട്. എന്നാൽ ഈ ചെറിയ വീടുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങ് സൂപ്പർവൈസ് ചെയ്യേണ്ടതില്ല എന്ന ഒരു ആനുകൂല്യമുണ്ട്. അതുകൊണ്ട് ഇപ്പോഴും വീട് നിർമ്മാണത്തിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഭൂരിപക്ഷവും വീടിന്റെ പ്ലാൻ ആരെങ്കിലും വരയ്ക്കും, പിന്നെ ഉണ്ടാക്കുന്നത് ഏതെങ്കിലും സാധാരണ ഒരു പണിക്കാരനായിരിക്കും. അവൻ എല്ലാ സ്ഥലത്തും ഒരേപോലെയാണ് ഉണ്ടാക്കുക. കാരണം അവന്റെ ഒരു പ്രായോഗിക ജ്ഞാനം വെച്ചായിരിക്കും അവൻ ചെയ്യുക എന്നുള്ളത് അതിലൊരു കാരണമാണ്. ഇന്നിത് കോഴിക്കോട് മാത്രമാണെങ്കിലും നാളെ കേരളത്തിലുടനീളം വ്യാപിക്കാനുള്ള സാധ്യത വിദഗ്ധർ മുന്നിൽ കാണുന്നു. മലപ്പുറം ജില്ലയിലെ വള്ളിക്കുന്നിൽ ഇതിനകം 2 നില വീട് വീണുകഴിഞ്ഞു. നിർമ്മാണ രംഗത്ത് അധികൃതരുടെ ശക്തമായ നിയന്ത്രണം ഉണ്ടാകുക മാത്രമാണ് ഇതിനുള്ള പരിഹാരം. എന്നാൽ ഇത്രയും വീടുകൾ കോഴിക്കോട് ജില്ലയിൽ വീണിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കിയിട്ടില്ല.